സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ ക്ലബിന്റെ ട്രാൻസ്ഫർ വിലക്കിൽ ആശങ്ക തുടരുന്നു. സാമ്പത്തിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയാണ് സൗദി ക്ലബിനെ ഫിഫ വിലക്കിയത്. ഇതോടെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അൽ നസറിന് താരങ്ങളെ സ്വന്തമാക്കാൻ അയക്കില്ല. നേരത്തെ സമാന രീതിയിൽ 2023 ക്ലബിനെ ഫിഫ വിലക്കിയിരുന്നു. പിഴ നൽകിയാണ് പിന്നീട് വിലക്ക് നീക്കിയത്. ഇക്കുറിയും സമാന ശ്രമങ്ങൾ ക്ലബ്ബ് നടത്തുന്നുണ്ട്. അൽ നസറിന് പുറമെ 3 ക്ലബ്ബുകളെ കൂടി ഫിഫ വിലക്കിയിട്ടുണ്ട്. അൽ റിയാദ്, അൽ ഷബാബ്, അൽ ബഹ്ദ എന്നീ സൗദി ക്ലബ്ബുകളെ 3 ട്രാൻസ്ഫർ വിൻഡോയിൽ നിന്നാണ് വിലക്കിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തോൽവി. 1-2 ഗോളുകൾക്ക് ആസ്റ്റൺ വില്ലയാണ് യുണൈറ്റഡിനെ തോൽപ്പിച്ചത്. സ്പാനിഷ് ലീഗിൽ വിയാറയലിനെ എതിരില്ലാത്ത 2 ഗോളിന് മറികടന്ന് ബാഴ്സലോണ. ലെമിൻ യമാലും റഫീഞ്ഞയുമാണ് ബാഴ്സയ്ക്കായി വലകുലുക്കിയത്. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ റയലുമായുള്ള പോയിന്റ് വ്യത്യാസം 4 ബാഴ്സ ഉയർത്തി. ഇറ്റാലിയൻ സൂപ്പർ കപ്പിൽ ഇന്ന് ഫൈനൽ പോരാട്ടം. സൂപ്പർ താരം കെവിൻ ഡി ബ്രൂയിന്റെ നാപ്പോളി ബൊളോഗ്നയെ നേരിടും. സൂപ്പർ കപ്പിലെ 3ാം കിരീടം ലക്ഷ്യമിട്ടാണ് നാപ്പോളി ഇറങ്ങുന്നത്. കന്നി കിരീടം തേടിയാണ് ബൊളോഗ്ന കളത്തിലിറങ്ങുന്നത്. രാത്രി 12:30 റിയാദിലാണ് മത്സരം. ആഫ്രിക്കൻ നേഷൻസ് ലീഗിൽ ജയത്തോടെ തുടങ്ങാൻ സൂപ്പർ താരം മുഹമ്മദ് സലായുടെ ഈജിപ്ത് ഇന്നിറങ്ങും. ആദ്യ മത്സരത്തിൽ സിംബാബ്വെയാണ് ഈജിപ്തിന്റെ എതിരാളികൾ. മൊറോക്കോയിൽ രാത്രി 1:30 മത്സരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിലവിൽ ചാമ്പ്യന്മാരായ ലിവർപൂളിന് തിരിച്ചടി. പരിക്കിനെ തുടർന്ന് സൂപ്പർ താരം അലക്സാണ്ടർ ഇസാക്കിന് ലീഗിലെ ശേഷിക്കുന്ന ഭൂരിഭാഗം മത്സരങ്ങളും നഷ്ടമാകുമെന്ന് റിപ്പോർട്ട്. ടോട്ടനത്തിനെതിരായ മത്സരത്തിലാണ് ഇസാക്കിന് കാലിൽ ഗുരുതരമായി പരിക്കേറ്റത്. സെപ്റ്റംബറിൽ ന്യൂകാസിലിൽ നിന്ന് പ്രീമിയർ ലീഗിലെ റെക്കോർഡ് തുകയ്ക്കാണ് ഇസാക്ക് ആൻഫീൽഡിൽ എത്തിയത്. ഇതിനോടകം ലിവർപൂളിനായി 15 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ ഇസാക്ക് നേടിയിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കി ന്യൂസിലാൻഡ്. അവസാന ടെസ്റ്റിൽ 323 റൺസിന്റെ കൂറ്റൻ ജയം സ്വന്തമാക്കിയാണ് കിവീസ് പരമ്പര നേടിയത്. 462 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ വിൻഡീസ് 138 റൺസ് എടുത്ത് പുറത്തായി. ന്യൂസിലാൻഡിനായി 5 വിക്കറ്റ് വീഴ്ത്തിയ ജേക്കബ് ഡെഫിയാണ് വെസ്റ്റ് ഇൻഡീസിനെ തകർത്തത്. കിവീസിനായി ഇരട്ട സെഞ്ചുറിയും നേടിയ ഡെവോൺ കോൺവേയാണ് കളിയിലെ താരം. ജേക്കബ് ഡെഫിയാണ് പരമ്പരയിലെ താരം. തെലുങ്ക് സിനിമാ താരങ്ങളുടെ ക്രിക്കറ്റ് ലീഗായ ടോളിവുഡ് പ്രോ ലീഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് മുൻ ഇന്ത്യൻ താരങ്ങൾ. ഇന്ത്യയുടെ ഇതിഹാസ നായകൻ കപിൽ ദേവ്, മുൻ താരങ്ങളായ വീരേന്ദ്ര സെവാഗ്, സുരേഷ് റൈന എന്നിവർ ചേർന്നാണ് TPL ഉദ്ഘാടനം ചെയ്തത്. നിർമ്മാതാവ് ദിൽ രാജു, സോനു സൂദ്, റാഷി ഖന്ന അടക്കമുള്ള താരങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ ലീഗ് കിരീടവും ജേഴ്സിയും അവതരിപ്പിച്ചു.